Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, thumbnail കണ്ട പോലെ നമ്മൾ ഇന്ന് 2017 ഫെബ്രുവരി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു 11 to 12 പ്ലേലിസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ നമ്മൾ ഡെയിലി ടോപ്പ് മിനി സീരീസ്, ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്, അത് 2020യുടെ 2018 2021 2018 തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2019 ആൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2017 ആണ്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ഞാൻ 2017 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവൻ ഞാൻ അതിൻ്റെ ഉള്ളിൽ എൻറ്റർ ചെയ്തോളാം. ആൻഡ് പിന്നെ ഞാൻ റിസർച്ച് സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു പോർഷൻ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഹയർ എഡ്യൂക്കേഷൻ്റെ സീരീസിൽ ഒരു കഥ പോലെ പഠിക്കാമെന്ന് പറയുന്ന പാർട്ട് 3 വരെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളൊരു സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദീസ് വീഡിയോസ് ആർ ഓൾ ഫോർ യു. അതുകൊണ്ട് നിങ്ങൾ കണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ടിൽ എഴുതി റിവ്യൂ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അണ്ടർസ്റ്റുഡ്? എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും കേരള സെറ്റ് 2021 കിട്ടിയിരിക്കണം. അത് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ആർ യു പീപ്പിൾ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? ദാറ്റ്സ് ഇറ്റ്. 2019 2018 ഈ 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ കയറി സെർച്ച് ചെയ്താൽ മതി. ആൻഡ് വി വിൽ ബി ഓൾസോ പുട്ടിങ് ദിസ് പ്ലേലിസ്റ്റിൻ്റെ ടോപ്പിക്സും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രാജ്ഞ ആൻഡ് പാന ഇൻ ബുദ്ധിസം എസ്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ, ഇൻസൈറ്റ് ഓർ നോളജ് ഓഫ് ട്രൂ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്. ഓപ്ഷൻ ബി, virtues or direction for meditation in Buddhist tradition. Option C, world of desirelessness. And option D, right speech, right action and right livelihood. So നിങ്ങൾ തന്നെ പറയൂ, പ്രാജ്ഞ ആൻഡ് പാന ഇൻ ബുദ്ധിസം എന്ന് പറയുന്നത് എന്താണ്? ഈ ടേംസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എടുത്തിട്ടുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുദ്ധിസത്തിൻ്റെ ഈ പ്രാജ്ഞ ആൻഡ് പാനേനെ പറ്റി പറയുന്നത്. ആൻഡ് ദീസ് 2 terms are the Buddhist term often translated as wisdom, intelligence or understanding. It is described in Buddhist commentaries as the understanding of the true nature of phenomena. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പ്രാജ്ഞ ഓർ പാന എന്നുള്ളത്. ഇപ്പോൾ തന്നെ അവിടെ നോട്ട് ചെയ്തോളൂ. നിങ്ങളുടെ റെഡ് സ്കെച്ച് പെൻ വെച്ചോ ഇല്ലെങ്കിൽ ഒരു റെഡ് കളർ പെൻ വെച്ചോ പ്രാജ്ഞ ഓർ പാന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസ്ഡം, ഇൻ്റലിജൻസ്, അണ്ടർസ്റ്റാൻഡിങ്, അതിനെയൊക്കെയാണ് ഈ ഒരു പ്രാജ്ഞ ആൻഡ് പാന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമ്മളുടെ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഡൗട്ട് ഉണ്ടാകരുത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയൊരു റിവിഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നത് വേർച്യൂസ് ഓർ ഡയറക്ഷൻ ഫോർ മെഡിറ്റേഷൻ ആണ്. ജസ്റ്റ് ലീവ് ദാറ്റ്. സോ ഓപ്ഷൻ ഡിയിലേക്ക് ഒന്ന് നോക്കൂ. റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ ആൻഡ് റൈറ്റ് ലൈവ്ലിഹുഡ്. ഈ പറയുന്ന 3 ടേംസ് നിങ്ങൾ എവിടെയെങ്കിലും വേറെ കേട്ടിട്ടുണ്ടോ ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്? യെസ്, ഇറ്റ് ഈസ് 8 റൈറ്റ് നോബിൾ 8-fold പാത്ത്. ബുദ്ധിസത്തിൽ പറയുന്ന 8-fold പാത്ത്, നോബിൾ 8-fold പാത്താണ് ഈ പറഞ്ഞ റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു 8 നോബിൾ റൈറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോകാം. റൈറ്റ് വ്യൂ, റൈറ്റ് ഇൻറ്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് റൈറ്റ് മൈൻഡ്ഫുൾനെസ്. ഈ 8 കാര്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. കാരണം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് നോട്ട് ദ നോബിൾ 8-fold പാത്ത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റൈറ്റ് വ്യൂ, റൈറ്റ് ഇൻറ്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് റൈറ്റ് മൈൻഡ്ഫുൾനെസ്. അണ്ടർസ്റ്റുഡ്? സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. സോ പ്രാജ്ഞ ആൻഡ് പാന എന്ന് പറയുന്നത് വിസ്ഡമാണ്, നോളജാണ്, ഇൻ്റലിജൻസ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ് എല്ലാം നോബിൾ റൈറ്റ്സ് ആണ്, 8-fold പാത്ത് ഓഫ് ബുദ്ധിസത്തിൻ്റെ.
Understood? So now let's move to the question number 2. Teacher talks about reality as if it were motionless, static, compartmentalized, predictable. Who raised this criticism? Options are option A, George Friedrich, option B, Piaget, option C, Paulo Freire, and option D, Ivan Illich. Here the answer will be option C, that is Paulo Freire. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ നിങ്ങളോട് 30 പ്രൊപ്പൗണ്ടേഴ്സിൻ്റെ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കണം. 30 പ്രൊപ്പൗണ്ടേഴ്സിൻ്റെ ഒരു വീഡിയോ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. അത് നമ്മളുടെ ഗോൾഡൻ സീരീസിലുണ്ട്. ഓക്കെ, സോ ഗോൾഡൻ സീരീസ് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. അതിൽ കുറേ അധികം ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഡു നോട്ട് മിസ് ഔട്ട് ടു വാച്ച് ദാറ്റ് വീഡിയോസ്. ഓക്കെ, സോ പൗലോ ഫെറയുടെ ആ ഒരു പോയിന്റിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്, പഠിക്കാനും സുഖമാണ്, പെഡഗോഗി പൗലോ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനും കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്നത് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. സോ ആ ഒരു ടേമിൽ അല്ലെങ്കിൽ ആ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ടീച്ചർ ടോക്സ് അബൌട്ട് റിയാലിറ്റി ആസ് ഇഫ് ഇറ്റ് വർ മോഷൻലെസ്, സ്റ്റാറ്റിക്, കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ആൻഡ് പ്രിഡിക്റ്റബിൾ. മോഷൻലെസ് ആണ്, നീങ്ങില്ല, ഇറ്റ്സ് നോട്ട് മൂവിങ്. അതുപോലെ തന്നെ സ്റ്റാറ്റിക്, അതായത് ലാക്ക് ഇൻ മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, ആൻഡ് കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഡിവിഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് പ്രിഡിക്റ്റബിൾ എന്നുള്ള ആ ഒരു ക്രിറ്റിസിസം പൗലോ ഫെറയാണ് റേസ് ചെയ്തത്. ഓക്കെ, സോ ഇനി ഈ ഒരു കോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനേ പാടില്ല. ടീച്ചർ ടോക്സ് അബൌട്ട് റിയാലിറ്റി ആസ് ഇഫ് ഇറ്റ് വർ മോഷൻലെസ്, സ്റ്റാറ്റിക് ആൻഡ് കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ആൻഡ് പ്രിഡിക്റ്റബിൾ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് പൗലോ ഫെറയാണ്. ഓക്കെ, ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? യെസ്. So, without much time, let's move to the question number 3. Education act as an integrative force in society by. Options are option A, imparting high standard knowledge, option B, organizing extracurricular activities, option C, communicating values that unite different sections of society, and option D, imparting various subjects in an integral manner. സോ ഇവിടെ പറയുന്നത് നോക്കൂ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷൻ ആക്ട് ആസ് എ ഇൻറ്റിഗ്രേറ്റീവ് ഫോഴ്സ് ഇൻ എ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റീനെ വെച്ചിട്ട് ഒരു ഇൻറ്റിഗ്രേറ്റീവ് ഫോഴ്സായിട്ട് എഡ്യൂക്കേഷൻ ആക്ട് ചെയ്യുമ്പോഴുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് തികച്ചും തെറ്റായിട്ടൊരു ഓപ്ഷനാണ്. അതായത് ഓപ്ഷൻ എയിൽ പറയുന്നത് ഇമ്പാർട്ടിങ് ഹൈ സ്റ്റാൻഡേർഡ് നോളജ്. ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോളജിനെ നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നു, നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വിൽ ബി എ റോങ് ആൻസർ. ആൻഡ് ഓപ്ഷൻ ബി നോക്കാം, ഓർഗനൈസിങ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഹോബീസ്, ആർട്സ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. സോ ദാറ്റ് വിൽ നോട്ട് ബി ദ ഓപ്ഷൻ. ആൻഡ് ഓപ്ഷൻ സി, communicating values that unite different section of society, and that will be the correct answer because നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് സെഷൻ ഉണ്ട്. ആ ഡിഫറെൻറ്റ് സെഷനെ എല്ലാം കൂടെ നമ്മളൊന്ന് യുണൈറ്റ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് പ്രോസസ്സിനാണ് എഡ്യൂക്കേഷൻ ആസ് എ ഇൻറ്റിഗ്രേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റിഗ്രേറ്റീവിൻ്റെ മീനിങ് എന്താ? ഇൻറ്റഗ്രേറ്റീവ്, എല്ലാം കൂടെ നമ്മൾ യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളൊരർത്ഥമാണ് ഇൻറ്റഗ്രേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ സി വിൽ ബി ദ ആപ്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂസ് ദാറ്റ് യുണൈറ്റ് ഡിഫറെൻറ്റ് സെഷൻ ഓഫ് എ സൊസൈറ്റി. ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ. അത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ്? എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിന് ആ 4 ഓപ്ഷനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു മീ എൻ്റെ ആവശ്യം. അണ്ടർസ്റ്റാൻഡ്? എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും ഈ ഓരോ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഫോർ സോഷ്യൽ മൊബിലിറ്റി ഓഫ് സ്റ്റുഡൻസ്? ഓപ്ഷൻ എ, amount of education, option B, education curriculum, and option C, social strata of students, and option D, quality of institution. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്, അതായത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സോഷ്യൽ മൊബിലിറ്റി എന്താണെന്നുള്ളത് നോക്കാം. മൊബിലിറ്റി സ്റ്റാൻഡ്സ് ഫോർ ഷിഫ്റ്റ്, ചേഞ്ച് ആൻഡ് മൂവ്മെൻറ്റ്. ചേഞ്ച് മേ ബി എ പ്ലേസ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ എന്നുള്ള രീതിയിലുള്ള ചേഞ്ച് ആവാം. ഓക്കെ, ചേഞ്ച് ഇസ് വാല്യൂ ഫ്രീ,
ദാറ്റ് ഈസ് ഇറ്റ് കനോട്ട് ബി സെഡ് ദാറ്റ് ചേഞ്ച് ഇസ് ഫോർ ഗുഡ് ഓർ ബാഡ്. ചിലപ്പോൾ നല്ലതിന് വേണ്ടിയാവാം, ചിലപ്പോൾ മോശം എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് പെടാം. ഓക്കെ, സോ വെൻ വി പ്രിഫേഴ്സ് social along with mobility, it would imply that the people or individual occupying a social position move to another position or status. So ഇത്രേ ഉള്ളൂ. മൊബിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നു, കീപ്പ് ഓൺ ചേഞ്ചിങ്, മൂവ്മെൻറ്റ്, ഷിഫ്റ്റ് എന്നുള്ള മീനിങ് ആണ്. സോഷ്യൽ കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ കുറച്ച് ആളുകളുടെ, കുറച്ച് ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകളുടെ ആ ഒരു സോഷ്യൽ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഐ തിങ്ക് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്നാണ്. സോ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ amount of education, option B education curriculum, and option C social strata of students, and option D quality of institution. Here the answer will be option A, that is amount of education. കാരണം education curriculum, social strata of students and quality of institution ഇത് മൂന്നും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. സോഷ്യൽ മൊബിലിറ്റി ഓഫ് സ്റ്റുഡൻസിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ടാണ് ഈ ബി, സി, ഡി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ് റൈറ്റ്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So, question number 5. Teacher uses strategy of self-help while providing psychological support to the students. This strategy is, options are option A psychoanalytical approach, option B humanistic approach, and option C trait approach, and option D ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടീച്ചർ യൂസസ് എ സ്ട്രാറ്റജി ഓഫ് സെൽഫ് ഹെൽപ്പ്. കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് വൈൽ പ്രൊവൈഡിങ് എ സൈക്കോളജിക്കൽ സപ്പോർട്ട് ടു ദി സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച്, ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആസ് എ ടീച്ചർ. ഓക്കെ, സോ ഇതിൽ 4 ഓപ്ഷനിൽ ഏതായിരുന്നു കറക്റ്റ് ആൻസർ എന്ന് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ അറിയാം. കാരണം സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കീവേഡാണ്. ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഇസ് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്. ഓക്കെ, സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് എന്താണ്, അതല്ലാതെ ഈ പറയുന്ന 3 അപ്രോച്ചസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് എന്താണെന്ന് നോക്കാം. ദ ഫോക്കസ് ഇസ് ഓൺ ദ അൺകോൺഷ്യസ് മൈൻഡ് റാദർ ദാൻ കോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് മൈൻഡിനാണ് ഈ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. Understood? It is built on the foundational idea that your behavior is desired by experiences from your past that are lodged in your unconscious mind. നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനെയാണ് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് നമ്മൾ പറഞ്ഞു. അതിന് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ പ്രാക്ടീസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ടൈം ടു കൊളാബറേറ്റ് വിത്ത് other educators and co-planning lessons with other teachers, evaluating students' needs and wants regularly. നമ്മൾ ഒരു മനുഷ്യത്വമായി കുറച്ച് പെരുമാറ്റം നമ്മളുടെ ഭാഗത്തുനിന്ന് ആസ് എ ടീച്ചർ നമ്മൾ കാണിക്കില്ലേ, ആ ഒരു മനുഷ്യത്വത്തിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളുടെ നീഡ്സും വോൺസും എന്താണെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ കണക്റ്റിംഗ് വിത്ത് ദ പാരൻസ് ടു മീറ്റ് ദ സ്പെസിഫിക് സ്റ്റുഡൻസ് നീഡ്. നമ്മൾ പാരൻസിനോട് കാര്യങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം എങ്ങനെയാണ് അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ ട്രേറ്റ് അപ്രോച്ച് പറഞ്ഞു. ട്രേറ്റ് അപ്രോച്ച് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ദ വേ ഓഫ് സ്റ്റഡിയിങ് ദ പേഴ്സണാലിറ്റി ദാറ്റ് പ്ലേസസ് എംഫസൈസ് ഓൺ ദ ട്രേറ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആസ് എ മാർക്കർ ഓഫ് പേഴ്സണാലിറ്റി. എ ട്രേറ്റ് അപ്രോച്ച് ഇസ് ഫോക്കസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് ഇൻട്രാക്ഷൻ ആൻഡ് ദ കോമ്പിനേഷൻ ഓഫ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് വാട്ട് മേക്സ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ് യൂണിക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെൻ്റ് ആണ്. എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണെന്നുള്ളത്. റൈറ്റ്? സോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിന് അവരുടേതായ കുറച്ച് സ്പെസിഫിക്കേഷൻസും കുറച്ച് സ്പെഷ്യാലിറ്റീസ് എല്ലാം ഉണ്ടാവും. റൈറ്റ്? നമ്മൾക്ക് ഇപ്പോൾ എന്നെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പോസിറ്റീവ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എനിക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും. ആ പോസിറ്റീവ്സിനെയാണ് പോസിറ്റീവ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, നമ്മളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ട്രേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്. ആൻഡ് ബിഹേവിയറിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ടീച്ചർ പ്രൊവൈഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ റിവാർഡ്സ് whenever the students perform a desired behavior, they will learn to perform the behavior on their own. The same concept applied to punishment. Behaviorists think people act in response to internally and externally generated physical സ്റ്റിമുലി. എപ്പോഴും ഒരു ബിഹേവിയറിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടീച്ചേഴ്സ് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ അതുപോലെ തന്നെ പെർഫോം ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പണിഷ്മെൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾ പിന്നെ ആ ഒരു ചെയ്ത ആ ഒരു കാര്യം വീണ്ടും ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യും. ഓക്കെ, സോ അതെല്ലാമാണ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള 4 ടൈപ്സ് ഓഫ് അപ്രോച്ച്. സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്, സൈക്കോളജിക്കൽ സപ്പോർട്ട് ടു ദ സ്റ്റുഡൻസ്, ആൻഡ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, മനുഷ്യത്വത്തോടെ പെരുമാറുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച്. ട്രേറ്റ് അപ്രോച്ച് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ആൻഡ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് പറഞ്ഞു നമ്മളുടെ ബിഹേവിയർ. ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റേതായ റിവാർഡ്സ് കിട്ടും. മോശം രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മോശമായിട്ടായിരിക്കും അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത്. അണ്ടർസ്റ്റുഡ്? സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 6. WISC can provide insight in cognitive functioning that are. Options are: option A, quantitative and qualitative in proportion of 75:25. Option B, fully quantitative. And option C, qualitative, fully qualitative. And option D, that is quantitative and qualitative in proportion of 50-50. ഓക്കെ, സോ ഇവിടെ പറയുന്ന WISC എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. WISC നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ എന്നുള്ളത്. ഇത് ഒരു മസ്റ്റ് സ്റ്റഡി ടോപ്പിക്കാണ്, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാട്ടോ. ആൻഡ് ഇറ്റ് ഈസ് എ ഇൻഡിവിജ്വലി അഡ്മിനിസ്ട്രേറ്റഡ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഫോർ ദ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് 6 and 16. എന്തായാലും ഈ ഒരു ഏജ് നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് കൂടുതലുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഏജ് വരുന്നത് 6 and 16 ഏജ് ഗ്രൂപ്പിലാണ്. 5th edition is the most recent version and it takes 45 to 65 minutes to the administrator. ഇത് ചെക്ക് ചെയ്യാനായിട്ട് 45 to 65 minutes വേണ്ടി വരും എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ജനറേറ്റ്സ് full scale IQ that represents child general intellectual ability. ഒരു ചൈൽഡിൻ്റെ ജനറലായിട്ടുള്ള ഇൻ്റലക്ച്വൽ എബിലിറ്റിയാണ് ഈ ഒരു വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രനിൽ അവർ അസസ് ചെയ്യുന്നത്. ആൻഡ് WIC എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക അതിൻ്റെ ഫുൾ ഫോം വേർഡ് വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്താണ്, 6 and 16 എന്നുള്ളത്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് 5th edition ആണ്. ആൻഡ് 45 to 65 മിനിറ്റ്സ് ആണ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ എടുക്കുന്നത്. ആൻഡ് ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്, ഓവറോൾ മെഷർ ഓഫ് എ ജനറൽ കോഗ്നേറ്റീവ് എബിലിറ്റി, നമ്മളുടെ ബുദ്ധിപരമായ കാര്യമാണ് ഈ ഒരു വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രനിൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുള്ളൂ: വെർബൽ കോംപ്രിഹെൻഷൻ, പെർപെച്വൽ റീസണിങ്, വർക്കിംഗ് മെമ്മറി ആൻഡ് പ്രോസസ്സിംഗ് സ്പീഡ്. So I think this question is all clear. And the main point add on ചെയ്യാനുള്ളത്, ആ ഒരു ഹെഡിങ്ങിൻ്റെ ഒപ്പം തന്നെ റെഡ് സ്കെച്ച് പെൻ വെച്ച് മാർക്ക് ചെയ്തോളൂ. അതായത് WISC എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉറപ്പിച്ചോ അത് ഫുള്ളി ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, നമുക്ക് ഫുള്ളി മെഷർ ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? സോ ഒരു കോഗ്നേറ്റീവ് ഫങ്ഷനിങ് നമ്മൾക്ക് ഫുള്ളി മെഷർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്കെയിലാണ് വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ഇൻ്റലിജൻസ് എന്നുള്ളത്. ഏതൊർക്കത്തിൽ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം WISC എന്നുള്ളത് ഫുള്ളി ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? ദാറ്റ്സ് ഇറ്റ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സീരീസ്. Piaget developed his theory of learning on basis of certain assumption about children. Which of the following is not the assumption? എനിക്കിപ്പോൾ അറിയാം എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും വൈഗോട്സ്കി അതുപോലെ തന്നെ പൈഗറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾ ഫെമിലിയർ ആയിട്ടുണ്ടാവും, റൈറ്റ്? സോ ഈ ഒരു പോയിൻ്റ് ഞാൻ ഇതുവരെ മെൻഷൻ ചെയ്യാത്തൊരു പോയിൻ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു 3 പോയിൻറ്റ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. സോ ഇവിടെ പറയുന്നത്
നമുക്കെല്ലാവർക്കും അറിയാം പൈഗറ്റ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്, തിയറി ഓഫ് ലേണിങ്ങിൽ പറയുന്നത് കുറച്ച് കുട്ടികളെ പറ്റി കുറച്ച് അസംഷൻസ് ആണ്, റൈറ്റ്? സോ അതിൽ ഉള്ള 3 അസംഷൻസ് ഈ ക്വസ്റ്റ്യനിലുണ്ട്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് നോട്ട് ആൻ അസംഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓഡ് വൺ ഔട്ടിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, റൈറ്റ്? സോ ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ, ചിൽഡ്രൻ എൻജോയ് ലേണിംഗ് ഇൻ കൊളാബറേറ്റീവ് സെറ്റിംഗ്. ഓപ്ഷൻ എ തന്നെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ അസംഷൻ എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ആൻസർ. കാരണം എന്താണ്? ഈ കൊളാബറേറ്റീവ് സെറ്റിംഗ് നമ്മളെപ്പോഴും എവിടെയാണ് കേൾക്കാറുള്ളത്? കൊളാബറേറ്റീവ് പ്രൊജക്ട്സ്. യെസ്, ലെവ് വൈഗോട്സ്കിയിലാണ്, അദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൊളാബറേറ്റീവ് പ്രൊജക്ട്സ്. അതായത് എല്ലാവരും കൂടെ ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ ഒരു പ്രൊജക്റ്റാണ് കൊളാബറേറ്റീവ് പ്രൊജക്റ്റ്. ആൻഡ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ലെവ് വൈഗോട്സ്കിയാണ്. സോ പൈഗറ്റ് എപ്പോഴും മെൻഷൻ ചെയ്യുന്നത് കുട്ടികളെ തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു തിയറിയാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ചിൽഡ്രൻ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത് തന്നെ, റൈറ്റ്? സോ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ള 3 അസംഷൻ നമ്മൾക്കൊന്ന് നോക്കാം. ചിൽഡ്രൻ ആർ ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് ടു ലേൺ ആൻഡ് ഡു നോട്ട് നീഡ് റിവാർഡ് ഫ്രം ദ അഡൽട്ട്സ് ടു മോട്ടിവേറ്റ് ലേണിംഗ്. അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. അതിന് അഡൽട്ട്സിൻ്റെ സൈഡിൽ നിന്ന് അവർക്കൊരു റിവാർഡ്സിൻ്റെ ആവശ്യമില്ല. അതാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ആൻഡ് വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ആസ് എ അസംഷൻ. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്കാം. ചിൽഡ്രൻ ലേൺ മെനി തിങ്സ് ഓൺ ദെയർ ഓൺ വിത്തൗട്ട് ഇൻ്റർവെൻഷൻ ഓഫ് ഓൾഡർ ചിൽഡ്രൻ ഓർ അഡൽട്ട്സ്. കുട്ടികൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കുമെന്നുള്ളതാണ്. അതും അഡൽട്ട്സിൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ അവരെക്കാൾ ബിഗർ ചിൽഡ്രൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ അവർ പഠിക്കുമെന്നുള്ളത്. സോ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബിൻ്റെയും സിൻ്റെയും സെയിം തന്നെയാണ്. അതായത് അവർ തന്നെത്താനെ പഠിക്കും എന്നുള്ള ആ ഒരു ആസ്പെക്റ്റാണ് പൈഗറ്റിൻ്റെ തിയറിയിൽ ഉടനീളം പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ഡി നോക്കാം. ചിൽഡ്രൻ കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ് ഇൻ റെസ്പോൺസ് ടു ദെയർ എക്സ്പീരിയൻസ്. കുട്ടികൾ അവരുടേതായ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് എങ്ങനെയാണ് ആ ഒരു നോളജ് അവർ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നത്? അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർ ആ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നത്. കണ്ടോ? സോ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിംഗ് ടെക്നിക്ക് വളരെയധികം വർക്കൗട്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് കേരള സെറ്റിൻ്റെ എക്സാം. സോ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓപ്ഷൻ എയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊളാബറേറ്റീവ് സെറ്റിംഗ്, അതായത് ഒരുമിച്ചുള്ള ആ ഒരു പ്രൊജക്റ്റാണ് കൊളാബറേറ്റീവ് സെറ്റിംഗ് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻ ബി, സി, ഡിയിൽ ഉള്ള ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ കുട്ടികൾ വിത്ത് ദെയർ നോളജ് അല്ലെങ്കിൽ അവർ തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യും, അവർ തന്നെ പഠിക്കും എന്നുള്ള ആ ഒരു ബേസ് ലൈൻ നമ്മൾക്ക് ഓപ്ഷൻ ബി, സി, ഡിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്, റൈറ്റ്? പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈഗറ്റിൻ്റെ തിയറി അറിയാവുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഓപ്ഷൻ എ തന്നെ ക്ലിക്ക് ചെയ്യുള്ളൂ. കാരണം ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താ? കൊളാബറേറ്റീവ്. So that's it. With this note, we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.